നമസ്കാരം. വിഴിഞ്ഞം എം ഡി സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യറെ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി അങ്ങ് തെറിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനായി നിയമിച്ച രത്തൻ കേൽക്കറെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചതോടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും കോൺഗ്രസ് അടിമയെന്നാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് മംഗലാപുരത്ത് നടന്ന കൂടിക്കാഴ്ച, അതിനുശേഷം തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു. അതും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിമാർ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യാറില്ല എന്ന് വെച്ച് കൈകാര്യം ചെയ്തുകൂടാന്നല്ല. പക്ഷേ തുറമുഖവുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ വകുപ്പ് ഏറ്റെടുക്കുന്നു. ആ വകുപ്പിൽ ദിവ്യ എസ് അയ്യർ എന്നൊരു IAS ഉദ്യോഗസ്ഥ, കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് നേതാവായ ശബരിനാഥന്റെ ഭാര്യയാണ്. അതവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ടല്ല പറയുന്നത്, കഴിവുറ്റൊരു സ്ത്രീയാണ്. ഒരു തരത്തിലും ആരോപണം വിധേയമായിട്ടുള്ള സ്ത്രീയല്ല. വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ട് ആ വകുപ്പ് അല്ലെങ്കിൽ തുറമുഖ CMD പദവി വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ തെറിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അവരോട് ആകെ അവർക്കുള്ള ഒരു കീറിപ്പ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ പലപ്പോഴും അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ അനാവശ്യമായിട്ട്, കാര്യം ഇവർക്കെതിരെയും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ വിഴിഞ്ഞം തുറമുഖം CMD സ്ഥാനത്ത് അത്ര സത്യസന്ധമായിട്ടും അത്ര ആത്മാർത്ഥമായും ജോലി ചെയ്തിരുന്ന ഒരാളെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് മെയ് 1 ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ശബരിമല സ്വർണം കട്ട റെജി എന്ന വ്യക്തിയുമായി അങ്ങ് മംഗലാപുരത്ത് NDA നേതാവിന്റെ വീട്ടിൽ മോഡിയുടെ ചിത്രത്തിന് താഴെയിരുന്നു അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഭക്ഷണം കഴിപ്പ്, ഫോട്ടോഷൂട്ട് എന്നതിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം റിസൾട്ട് വരുന്നു. അതിനുശേഷം തുറമുഖ വകുപ്പ് സ്വന്തമാക്കുന്നു. ആ തുറമുഖ വകുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്തൻ കേൽക്കറിനെ തന്നെ അവിടെ ഇരുത്തുന്നു. അതിനുശേഷം കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു IAS ഉദ്യോഗസ്ഥയെയൊക്കെ തെറിപ്പിക്കുന്നു. അതും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ മാറ്റിയിട്ട് ഇങ്ങനെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെയൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കച്ചവടത്തിന്റെ മണം ഉയരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദാനിയെ എതിർക്കുമ്പോൾ അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവയെ കൂടിക്കാഴ്ച നടത്താൻ പോയി അവരുമായി എന്തോ ഡീൽ ഉണ്ടാക്കി അതിനുശേഷം വന്ന് മുഖ്യമന്ത്രിക്ക് ധനവകുപ്പും ഒപ്പം തന്നെ തുറമുഖ വകുപ്പും സ്വന്തമാക്കിയിരിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ധാരണകളുണ്ട്, എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. അതിന് വിഘാതമായിട്ട് ചിലപ്പോൾ ദിവ്യ നിന്നേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തെറിപ്പിച്ചാൽ മാത്രമേ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ റൺ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് പൊതുവെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രത്തൻ കേൽക്കർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ അവർ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് NDA നേതാക്കളുമായി മംഗലാപുരത്ത് വെച്ച് നടത്തിയതെന്ന് അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? ഇതുവരെ എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ച് സതീശൻ ഒരക്ഷരം ഈ സമൂഹത്തിനോട് പറഞ്ഞിട്ടില്ല. അടിമുടി ദുരൂഹമായ കൂടിക്കാഴ്ച. ആ ദുരൂഹമായ കൂടിക്കാഴ്ച NDA ജനപ്രതിനിധിയുടെ വീട്ടിൽ വെച്ച് നടത്തിയതിനു ശേഷം ഇങ്ങനെ തുറമുഖ വകുപ്പും എടുത്ത് അതിലെ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയതിനു ശേഷം സേഫ് ആയിട്ടുള്ള ചിലരെ ഇരുത്തുകയും അതിലൂടെ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ ഈ നാട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതായിട്ട് വരും. തുറമുഖം കേന്ദ്രീകരിച്ച് എന്തോ വലിയ കച്ചവടത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ടോ എന്ന് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. എന്തായാലും ദിവ്യ എസ് അയ്യറെ മാറ്റിയതോടുകൂടി ആ മേഖലകളിലെല്ലാം നമ്മുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടങ്ങളിലൊന്നും ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ട്രാക്ക് എല്ലാം തെളിയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് തുറമുഖത്തിലൂടെ നടക്കാൻ പോകുന്ന ബിസിനസ്സുകൾ എന്നാണ് ഈ നാടിന് വളരെ കൃത്യമായി അറിയേണ്ടത്.